ബോംബിന്റെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ തുടക്കത്തിലായോണ്ട് കുറച്ച് നടുങ്ങി. പക്ഷെ പാൻറ് വരെ ഊരി കേട്ടോ, പാൻറ് വരെ ഊരിയിട്ടാണ് ഫുള്ള് ചെക്ക് ചെയ്തത്. 4 മണിക്കൂറായിട്ട് നീണ്ട ഇൻട്രോഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണിക്കൂറായിട്ട് 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് നോക്കുന്നു, എൻ്റെ ചാറ്റ് പരിശോധിക്കുന്നു, ഇൻസ്റ്റാഗ്രാം പരിശോധിക്കുന്നു, എൻ്റെ മതപരമായിട്ടുള്ള, സാമൂഹ്യപരമായിട്ടുള്ള, ഫാമിലി പരമായിട്ടുള്ള എൻ്റെ ബാഗ് അവർ കോലാക്കി. കണ്ടില്ലേ, ഇതെല്ലാം ഊരി ലിക്വിഡ്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഇത്രയും ചെക്കിങ്ങിന് വിധേയമാവുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചെക്കിങ് ഞാൻ. എൻ്റെ പൊന്നു മോനെ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് കേട്ടോ ഫുള്ള് കാണാനായിട്ട് സാധിക്കുന്നത്. ഏത് ഭാഗത്ത് നോക്കിയാലും അല്ല, വളരെ അർജൻറ്റാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പെട്ടെന്ന് ഇറങ്ങുവാണ്, എയർപോർട്ടിൽ പോവാണ്. ദുബായ് എയർപോർട്ട്, DXB എയർപോർട്ട് പോയിട്ട് ഞാൻ പോകുന്നത് തെല്ലവീവിലെ ബെൻ ഗുറിയോൻ എയർപോർട്ടിലാണ്. തെല്ലവീവിലെ ഇസ്രായേലോട്ട് ഫ്ലൈ ചെയ്ത് പോവാണ്. സമയമായി കേട്ടോ. ഇനി പോയിട്ട് കുറച്ച് മ്യൂസിക് കാര്യങ്ങളൊക്കെ വാങ്ങണം. കാരണം ഇസ്രായേൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. തെല്ലവീവ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ പോകുന്നത് ഇസ്രായേലിലോട്ടാണ്. ഇസ്രായേൽ പോകാൻ വേണ്ടി 2 വർഷം ദുബായിൽ നിന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇസ്രായേൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അത് നടന്നില്ല. അപ്പോൾ ഞാനിന്ന് വാഷ്റൂമിൽ നിന്ന് കുളിച്ചപ്പോൾ ആലോചിച്ച കാര്യമാണ്, ഇസ്രായേൽ പോകാൻ വേണ്ടി അന്ന് നടന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ അതേ ദുബായിൽ നിന്നാണ് ഞാൻ ഇസ്രായേലോട്ട് പോകുന്നത്. അപ്പോൾ അത് കോയിൻസിഡൻസ് ആണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തു. 8 മാസം മുന്നേ അവിടെ പോയി. ലാസ്റ്റ് ശങ്കൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് അത് കിട്ടിയില്ല. പിന്നെ ഇപ്രാവശ്യം പോയി. ഇപ്രാവശ്യം കുറച്ച് സ്ക്രൂട്ടനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം വിസ കിട്ടി. ഇന്നത്തെ വിസ കിട്ടിയിട്ട് 2 മാസമായിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യം കിട്ടിയത്. ആദ്യം നമുക്ക് ഫ്ലൈറ്റ് പറക്കുമെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് വീണ്ടും ഞാനൊരു കൺഫേം ചെയ്ത് പറയാം. അപ്പോൾ എയർപോർട്ടിലോട്ട് പോവാണ്. എൻ്റെ കൂടെ റഷീദ് അദ്ദേഹം എന്ന് പറയുന്നത് എന്നെ ഹോസ്റ്റ് ചെയ്ത എൻ്റെ ഒരു പ്രേക്ഷകനാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഫ്രണ്ടായല്ലേ? ഇപ്പൊ ഫ്രണ്ടായി. ഇന്ന് ഞാൻ പ്രേക്ഷകനല്ല, ഇന്ന് നമ്മൾ ഫ്രണ്ടാണ്. ഇവിടെ താണ്ടെ പുള്ളിയുടെ മകള് വരച്ച ഒരു ചിത്രമൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പം എൻ്റെ ബെഡ് ഞാൻ ഒരു ദിവസത്തേക്ക് വന്നത് 2, 3, 4, 5 ദിവസമായി. 5 ദിവസം നീണ്ടു. എൻ്റെ ബാഗ് പാക്ക് ചെയ്തു. അപ്പോൾ എല്ലാം റെഡി. കാണാം. ഹലോ, നിങ്ങൾ വരെയില്ലേ കൊണ്ടാക്കാൻ? സോറി. ഞാൻ രാവിലെ ഇപ്പം ഉമ്മയുടെ മെസ്സേജ് കണ്ടു. ഉമ്മ എനിക്കൊരു കമന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. അതായത്, ഡിയർ മാഹീൻ ബ്രോ, നിങ്ങളുടെ മലയാളികളെയൊക്കെ, ഗൾഫിലുള്ള മലയാളികളെയൊക്കെ കാണുമ്പോൾ ചേർത്ത് പിടിക്കുക. അവരാണ് നിങ്ങളുടെ നട്ടല്, അല്ലാതെ നിങ്ങൾ അവരെ അവഗണിക്കരുത്. എന്നിട്ട് അതിൽ റിപ്ലൈ എന്ന് പറയുമ്പോൾ, അതെ സത്യം, ഇവൻ ആരെയും ചേർത്ത് പിടിക്കില്ല, ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അപ്പം ഞാൻ ഒരു മലയാളിയുടെ അടുത്ത് തന്നെ ചോദിക്കാം കേട്ടോ. പുള്ളിക്കാരന് എന്നെക്കുറിച്ച് വലിയ സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടായിരുന്നല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും കുറെ ധാരണകള്, തെറ്റിദ്ധാരണകൾ മാറി കിട്ടിയെന്നിപ്പോ പറയാം. എന്റെ കൂടെ 5 ദിവസം പിന്നെ എന്താണ് നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ? പറ. അല്ല, ഒന്നിപ്പോ ഞാൻ ഈ പറഞ്ഞ കമന്റിന് തന്നെ മറുപടി പറയാം. കാരണം മഹീന്റെ കൂടെ ഇത്രയും ദിവസമുള്ള ഉണ്ടായ സ്ഥിതിക്ക് മഹീൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും പിന്നെ ശരിക്ക് അവിടെ ഉള്ള ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവരായിട്ട് സംസാരിക്കാനും അവരായിട്ട് സമയം ചെലവഴിക്കാനൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വീഡിയോയിൽ പുള്ളിക്കാരൻ ഉൾപ്പെടുത്താറില്ല. കാരണം എനിക്ക് തോന്നുന്നു മഹീന്റെ യഥാർത്ഥ ലക്ഷ്യം വ്ളോഗ് അല്ല എന്ന് തോന്നുന്നു. വ്ളോഗ് എടുക്കുന്നുണ്ട് ലൈക്ക് ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാനായിരിക്കും. പക്ഷെ ഒരുപാട് ആളുകളായിട്ട് കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഒരുപാട് പ്രവാസികളായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും പുള്ളിക്കാരുടെ വീഡിയോയിൽ അധികം വരാറില്ല. ചിലത് മാത്രമേ വീഡിയോയിൽ അങ്ങനെ എടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം മഹീന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് മഹീന് ശരിക്കും നമ്മുടെ പ്രവാസികളായിട്ട് ഇഴുകിച്ചേർന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാനിത് എന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ മനഃപൂർവ്വം പറയുന്നതെന്നും അല്ല, ഞാൻ അതുകൊണ്ട് പറയുന്നതല്ല. പെട്ടെന്ന് എനിക്ക് തോന്നി. കാരണം പുള്ളിക്കാരൻ നമ്മൾ മെനിങ്ങാന്നൊരു ടോക്ക് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ വെറുതെ ചോദിച്ചു എന്തൊക്കെയാണ് മനസ്സിലായത്, പുള്ളിക്കാരൻ എന്നിൽ നിന്ന് പഠിച്ചത് എന്താണ്, എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ അതെന്തായിരുന്നോ അന്ന് പറഞ്ഞത്, അതൊന്ന് പറയാമോ? അന്ന് നമ്മുടെ ഈ വിഷയത്തെ കുറിച്ച് 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, പിന്നെ കൂടുതൽ യാത്രകളിൽ പിന്നെ ഗേൾസ് ഉൾപ്പെടുത്തുന്നതൊക്കെ അത് മഹീൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നിങ്ങളുടെ കംഫർട്ടബിളിന് വേണ്ടിയിട്ടാണ് പല സ്ഥലത്തും പിന്നെ ഫാമിലികൾക്ക് കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു ഈസി വേ ആണ് എന്ന് മഹീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പിന്നെ ഞാൻ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹീന് ഓൾ ഓവർ ദ വേൾഡ് മഹീന് ഫ്രണ്ട്സ് ഉണ്ട്, ഫാൻസും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും അതിൽ ബോയ്സും ഗേൾസും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ആയിരിക്കില്ല. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ചിലപ്പോൾ ഒരു അകലം പാലിക്കും. മറ്റുള്ള രാജ്യങ്ങളിലെ കുട്ടികൾ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ബോയ്സും ഗേൾസും ഒക്കെ ഒരുപോലെയാണ്. മറ്റൊരു കാര്യം എന്തായിരുന്നു, വേറെ 2 പോയിന്റ് പറഞ്ഞു. വേറെ ഏതായിരുന്നു? ഞാൻ ഒന്ന് പഠനമൊക്കെ വിട്ട് എന്താ കുടുംബം. അതെ അതെ അതെ, ഞാൻ ഒരിക്കൽ ഒരു കമന്റ് കേട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ എഞ്ചിനീയറിംഗ് പഠനമൊന്നും പൂർത്തിയാക്കാതെ പിന്നെ എന്താ പറയാ നാട് കാണാൻ ഇറങ്ങിയ ഒരാൾ എന്നുള്ള നിലക്ക് അങ്ങനെ അതും പിന്നെ ഫാമിലി ആയിട്ട് പിന്നെ അത് എന്തോ അറ്റാച്ച്മെന്റ് ഇല്ലാതെയാണോ പോകുന്നത്, അതോ ഫാമിലി ഒന്നും വേണ്ടാതെ പോകുന്നത്. പക്ഷെ മഹീനായിട്ടുള്ള ഇത്ര ദിവസത്തിന്റെ ഇടയ്ക്ക് എനിക്ക് മനസ്സിലായത് മഹീൻ എല്ലാ ദിവസം വീട്ടിൽ വിളിക്കുന്നു, ഉപ്പാനെ വിളിക്കുന്നു, ഉമ്മാനെ വിളിക്കുന്നു, സിസ്റ്റേഴ്സിനെ വിളിക്കുന്നു, പിന്നെ കുടുംബക്കാരെല്ലാവരുമായിട്ടും എല്ലാ ദിവസവും എല്ലാ സമയത്തും മാക്സിമം ടൈമിൽ ഉള്ളിക്ക് ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ജെന്യൂൻ ഒരു ഫാമിലി മാനാണ്. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണയും മാറി കിട്ടിയിട്ടുണ്ട് എനിക്ക്. വേറെ എന്താ എന്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് എന്താ പഠിച്ചേ? നിന്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഓക്കെ, ഞാൻ മൈനെക്കാട്ടും ഡബിൾ വയസ്സ് എനിക്കുണ്ട്. അതായത് ഞാൻ ഇപ്പൊ 50 ആണ്. അപ്പൊ എനിക്ക് മനസ്സിലായത് നമ്മള് ഒരു സ്ഥലത്ത് നമ്മള് പിന്നെ പോകുമ്പോ ആ സ്ഥലം നമ്മൾ കുറെ ബിൽഡിങ് കാണും, പർവ്വതങ്ങൾ കാണും, അല്ലെങ്കിൽ താഴ്വാരങ്ങൾ കാണും. പക്ഷെ മഹീന് കാണാൻ ശ്രമിക്കുക അവിടെയുള്ള ആളുകളെയാണ്. അപ്പൊ മഹീനെ അടുക്കാൻ ശ്രമിക്കുക അവിടുത്തെ ആളുകളുടെ മനസ്സിനോടാണ് അടുക്കാൻ ചേർക്കുക. നമ്മള് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് തോന്നി. കാരണം പീപ്പിൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന എനിക്കിപ്പോ മനസ്സിലായി. ഞാനും ഒരുപാട് ആളുകളെ ഇപ്പൊ കുറച്ച് ദിവസത്തിന്റെ ഇടയിൽ മഹീന്റെ കെയർ ഓഫിൽ പരിചയപ്പെട്ടു. അത് നല്ലതാണ് ശരിക്കും. ജനങ്ങളായിട്ട് മിങ്കിൾ ചെയ്തിട്ടാണ്, അവരായിട്ട് സംസാരിച്ചിട്ടാണ് മഹീന്റെ ഓരോ വീഡിയോസും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അധികം പിന്നെ പട്ടണങ്ങളും പിന്നെ ബിൽഡിങ്ങുകളൊന്നും കാണിക്കാതെ തന്നെ ജനങ്ങളെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടോ, എന്നെ മനസ്സിലാക്കിയതിൽ എനിക്ക് നന്ദിയുണ്ട്. കാരണം ഞാനൊരു സ്ഥലത്ത് ഇപ്പൊ പോകുമ്പോൾ എപ്പോഴും വീഡിയോ കൊണ്ട് പോകാറില്ല, മനസ്സിലായില്ലേ? ഞാനിപ്പോ പലയിടങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പല ആൾക്കാരെ വിളിക്കാറുണ്ട്, പലയിടങ്ങളിൽ കയറി ചെല്ലാറുണ്ട്. എപ്പോഴും ഞാൻ വീഡിയോ എടുക്കാറില്ല, വളരെ കുറച്ച് മുഹൂർത്തങ്ങളാണ്. ഇപ്പൊ ദുബായിൽ മാത്രം എത്ര ദിവസം ഉണ്ടായിരുന്നു? 5 ദിവസത്തില് ഞാൻ ആകെ വീഡിയോ ചെയ്തെന്ന് പറയുമ്പോൾ 2 എപ്പിസോഡാണ്. 2 ദുബായ് എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. 2ഉം 2.5 ഒരു വീഡിയോയിൽ അല്ലതിന്റെ വീഡിയോയിൽ കൂടിച്ചേർത്തു. അപ്പൊ അത് ചെയ്യാത്തോണ്ടല്ല, ഞാൻ വീട്ടിൽ കിടന്നുറങ്ങിയോണ്ടല്ല, അത്രയ്ക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല. ഓക്കെ, അത് പോട്ടെ. അപ്പൊ പിന്നെ എനിക്കിതൊന്നും ആക്ച്വലി പറയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തോന്നി, ഞാൻ അത് പറയുന്നു. തോന്നിയത് പറയണോ? അതായത് ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് പഠനമൊക്കെ ഉപേക്ഷിച്ച് വാലാകോല നീലാണ്ട എന്നുള്ള രീതിയിൽ നടക്കുവാണ്. എനിക്കും ഒരു വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും. അതുപോലെ യാത്ര പാഷൻ ആയതുകൊണ്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഞാൻ തന്നെയാണ്, അഭിമാനത്തോടെ ഞാൻ പറയും, ഞാൻ തന്നെയാണ് എൻ്റെ ഫാമിലി കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഫാമിലി തന്നെയാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളുള്ളത്. അപ്പോൾ യാത്ര എൻ്റെ ജീവിതത്തിലെ പാഷനാണ്. അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ യാത്ര ചെയ്യാൻ എനിക്കിഷ്ടം, ഇതുപോലുള്ള യാത്രകൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. അല്ലാതെ എനിക്ക് ഇങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടൊരു രാജ്യത്ത് പോയിട്ട് അങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടമില്ല. അത് ഞാൻ ഭാവിയിൽ ചിലപ്പോൾ ചെയ്തേക്കാം, ഇപ്പം ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇസ്രായേലിലോട്ട് പോവാം. ഇപ്പം വെറുതെ പറഞ്ഞ് നിങ്ങളെ കൂടെ ഇതാക്കണ്ട, നിങ്ങൾ യാത്ര കാണാൻ വേണ്ടി വന്നതല്ലേ, എൻ്റെ ലൈഫിനല്ലോ. അപ്പം ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന എൻ്റെ ലൈഫ് കാണിക്കുന്നതിലുപരി എൻ്റെ യാത്രയിലെ ലൈഫ് കാണിക്കാനാണ്. മറ്റുള്ളവർ എങ്ങനെ എൻ്റെ അടുത്ത് പെരുമാറുന്നു, മറ്റുള്ളവർ എന്തൊക്കെ എനിക്ക് തരുന്നു, മറ്റുള്ളവരുടെ ജീവിതം വിശേഷങ്ങളാണ്. അപ്പം നമുക്ക് കാണാം. എനിക്ക് വെള്ളം കുടിക്കണം, കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ദുബായ് ഇവിടെ പറഞ്ഞ് പോവാണ്. ദുബായ് ബൈ ബൈ. ദുബായ് ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുണ്ട് ദുബായിൽ കാണാൻ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ലക്ഷറി ലൈഫിനാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ഥലം തന്നെയാണ് ഒരു ലക്ഷറി, എസ്പെഷ്യലി റഷ്യക്കാർക്കൊക്കെ. കാരണം തണുപ്പുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന് സമ്മറിനൊക്കെ ആസ്വദിക്കാൻ പറ്റി. ഇവിടുത്തെ സമ്മറിൽ വരരുത്, ഇവിടുത്തെ ഒരു വിന്ററിന് കുറച്ച് മുമ്പായിട്ട് വന്നാൽ മതി. നമ്മുടെ നാട്ടിൽ നിന്ന് ദുബായിൽ വരുമ്പോൾ നമുക്ക് പാടായിട്ട് തോന്നും. പക്ഷേ ഈ റഷ്യക്കാർക്ക് അല്ലെങ്കിൽ കോൾഡുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ദുബായ് ഒരു സ്വർഗമാണ്. സ്വർഗമെന്നല്ല, നരകമല്ല, എന്തായാലും മനസ്സിലായില്ലേ? അപ്പം അത് വേറൊരു കാര്യം. പിന്നെ ദുബായിൽ ലൈഫ്, അത് ഈ ദൈറ ഭാഗത്തൊക്കെ പോയാൽ മതി. ദൈറ ഇങ്ങനെ വർക്കേഴ്സിന്റെ ലൈഫ്, അവിടെയുള്ള പിന്നെ സെക്സ് ടൂറിസം, സെക്സ് വർക്കേഴ്സ്, അങ്ങനെ കുറേ മേഖലകളായിട്ട് ദുബായെ കുറിച്ച് പഠിക്കാനായിട്ട്, ദുബായെ കുറിച്ച് കാണാനായിട്ടുണ്ട് കേട്ടോ. അതായത് ചില സമയങ്ങളിൽ നമ്മൾ ഈ ഈവനിങ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുമ്പോൾ ബംഗാളികൾ അല്ലെങ്കിൽ പാകിസ്ഥാനികൾ അല്ലെങ്കിൽ മലയാളികൾ, മറ്റു ഇതര ഇന്ത്യക്കാർ, മറ്റു സംസ്ഥാന ഇന്ത്യക്കാർ, അപ്പോൾ ഇവരൊക്കെ വന്നിരുന്ന് കൂട്ടമായിട്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ബംഗാളികൾ ഗെയിം കളിക്കുന്നത്, അതൊക്കെ കാണാൻ ഭയങ്കര വേറൊരു ഇതാണ് കേട്ടോ. അതേസമയം നമ്മൾ അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നാൽ, ഈ ഒരു പോർഷ് ദുബായിൽ വന്നാൽ അവിടെ വേറൊരു ലൈഫാണ്. ഫുള്ള് ബീച്ച്, പാർട്ടീസ്, ക്ലബ്ബുകൾ. ഇപ്പൊ ദുബായിക്ക് 2 ലൈഫുണ്ട്. അത് നല്ല രസമാണ് കേട്ടോ. അതായത് ചില ആൾക്കാർക്ക് ബോറടിക്കും. പിന്നെ വെയിലായതുകൊണ്ടൊക്കെയാണ്, നമുക്ക് ചൂടായതുകൊണ്ടാണ് നമുക്കത് ഭയങ്കര ഇഷ്ടപ്പെടാത്തത്.
നമ്മുടെ ടെർമിനൽ 3 എമിറേറ്റ്സ് വിമാനങ്ങൾ മാത്രം പറക്കുന്ന ഒരു എയർപോർട്ടാണ് കേട്ടോ. അത്രയ്ക്കും എമിറേറ്റ്സ് വിമാനങ്ങൾ ഇവിടുന്ന് ഡിപ്പാർച്ചറും അല്ലെങ്കിൽ അറൈവലൊക്കെ വരുന്നതും ഉണ്ടാവണം. നമ്മൾ പോകുന്നത് ടെർമിനൽ 1 ഞാൻ പോകുന്ന വിമാനത്തിന്റെ പേര് EL AL 972 EL AL 922 അതല്ലേ ആയിരിക്കണം. അതെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഡ്രോപ്പ് ഓഫിനായിട്ട് വന്നിട്ടുണ്ട്. അല്ലോ നമ്മൾ ഡ്രോപ്പ് ഒന്നും ചെയ്യാൻ പറ്റൂലേ, സമ്മതിക്കില്ലേ? അവിടെയാണ് കേട്ടോ നമ്മൾ നിർത്താൻ. ഇതാണ് നമ്മുടെ എയർപോർട്ട്. ഇവരൊക്കെ ഇസ്രായേലുകാരാണ് കേട്ടോ. ഇത് ഇസ്രായേലിലോട്ട് പോകുന്ന ആൾക്കാരാണ്. കേട്ടോ. താങ്ക് യു, എല്ലാത്തിനും നന്ദി. വീട്ടിലോട്ട് വരാം. ലോകം ചെറുതാണ്, കാണും. ശരി കേട്ടോ, നടക്കട്ടെ. എൻ്റെ എയർപോർട്ട് എൻ്റെ ഫ്ലൈറ്റ് നമ്മുടെ ഇതാണ് കേട്ടോ, നമ്മുടെ തെലവീവിലോട്ട് പോകുന്ന. ഒരു വിധത്തിൽ കുറച്ച് പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഇത്രയും ചെക്കിങ്ങിന് വിധേയമാവുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചെക്കിങ്ങിന് ഞാൻ ഇനി വിധേയമായത്. അതായത് എൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ചെക്കിങ്ങിന് മുമ്പിൽ തന്നെ എൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട്, കുറേ ചോദ്യങ്ങൾ. UAE വന്നിട്ട് എവിടെ സ്റ്റേ ചെയ്തു, എൻ്റെ വാപ്പാടെ പേര്, ഇത്താടെ പേര്, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ എൻ്റെ പാസ്പോർട്ട് കണ്ട് ചെക്ക് ചെയ്തു. ബാഗിൽ എന്തൊക്കെയുണ്ട്, ആരെങ്കിലും ബാഗിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ, അത് വല്ലതും ഉണ്ടോ, പണ്ട് ജോർദാനിൽ പോയപ്പോൾ എവിടെ സ്റ്റേ ചെയ്തു, അങ്ങനെ ഒരു ഞാൻ സത്യത്തിൽ വിചാരിക്കുന്നതല്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ മെട്രോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് നമ്മുടെ പല ഗേറ്റിലോട്ട് നമ്മളെ കൊണ്ടുപോകും. D1 മുതൽ D32 വരെയുള്ള ഗേറ്റുകളിൽ കൊണ്ടുപോകാനുള്ള ഒരു മെട്രോ ലൈനാണ്. മെട്രോയിൽ കയറി നമ്മൾ അങ്ങനെ അവസാനം ടെർമിനലിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പോവേണ്ടത് നമ്മുടെ D10 നമ്മുടെ ടെർമിനൽ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ബോർഡിംഗ് ഗേറ്റ് എനിക്കുള്ളതെന്ന് പറയുമ്പോൾ 21. പക്ഷേ എന്നിരുന്നാലും അവർ 10 വന്നിട്ട് 12-15 വേറൊരു സെക്യൂരിറ്റി ചെക്ക്, രണ്ടാമത്തെ ഒരു സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി അതുകൊണ്ട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സെക്യൂരിറ്റി ചെക്കിന് ഇതും വെച്ച് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഒന്നെങ്കിൽ അവർക്ക് സസ്പീഷ്യസ് ആയിട്ടുള്ള ആളുകൾ, സംശയപരമായിട്ടുള്ള ആളുകളെ മാത്രമായിരിക്കും അങ്ങനെ നോക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ വേറെ ആരുമില്ല, വേറെ ഇസ്രായേലി സിറ്റിസൺ ഒന്നുമില്ല കേട്ടോ, ഞാൻ മാത്രമേ ആകെയുള്ളൂ. ഒരു സുരക്ഷാ പരിശോധനയ്ക്ക് വേണ്ടി എന്നെ ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പിക്കുകയാണ്. ഇതിനിടയിൽ ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പം 8,000 രൂപ കിടന്ന ഫ്ലൈറ്റ് ലാസ്റ്റ് ഞാൻ ഒരാഴ്ച ബുക്ക് ചെയ്യാതിരുന്നപ്പോൾ 15,000 ആയി. പിന്നീട് ഞാൻ ഇവിടുത്തെ ഒരു ടീമാണ് കേട്ടോ എനിക്ക് ബുക്ക് ചെയ്ത് തന്നത്. പുള്ളിക്കാരൻ്റെ അടുത്ത് നന്ദി പറയുകയാണ്. അവർ ബുക്ക് ചെയ്ത് തന്നപ്പോൾ കുറച്ച് ഇളവൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇളവ്, എനിക്ക് ഒന്ന് 10-20% ഇളവ് തന്നു. അതിൽ താങ്ക് യു കേട്ടോ ബ്രോ. ഫൈനലി നമ്മൾ ബോർഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫൈനലി ലാസ്റ്റ് മൊമെന്റിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയ സുരക്ഷാ പരിശോധന ആക്കുന്നത്. എൻ്റെ എന്തെല്ലാം ഉണ്ട് അതെല്ലാം എടുത്തു, കയ്യിലും എല്ലാം അവരെടുത്തു, ഫോണ് എല്ലാം എടുത്തു. എൻ്റെ പാൻറ് വരെ ഊരി കേട്ടോ, പാൻറ് വരെ ഊരിയിട്ടാണ് ഫുള്ള് ചെക്ക് ചെയ്തത്. അങ്ങനെ ഫൈനലി നമ്മുടെ ഇസ്രായേലിന്റെ വിമാനത്തിലാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. ഫൈനലി സൈഡ് സീറ്റ് എനിക്ക് ആക്ച്വലി കിട്ടിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഈ സീറ്റിലുണ്ടായിരുന്ന ആൾക്കാർ പുറകിൽ പോയി അവർ പറഞ്ഞ് സൈഡ് സീറ്റ് വേണമെന്ന് വെച്ചു. ഞാൻ ഹാപ്പിയായി. ഇസ്രായേലിലെ തുടക്ക കാഴ്ചകൾ ഫ്ലൈറ്റിൻ്റെ വിൻഡോ സീറ്റിൽ ഇരുന്ന് കണ്ടു തുടങ്ങാം. ഇതല്ലാതെ അതിനെ മറ്റൊരു ഇസ്രായേലിൻ്റെ വിമാനമാണ് കേട്ടോ അവിടെ കിടക്കുന്നത്. ഇത് ഇവരുടെ ഒരു ഏരിയയിലേക്ക് വേണ്ടി മാറ്റിയിട്ടേക്കോ.
ഇസ്രായേലോട്ട് എത്തിയിട്ടുണ്ട്. വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ. മാത്രമല്ല എൻ്റെ ബാഗിലുള്ള ഈച്ച് ആൻഡ് എവരി സാധനങ്ങൾ അവർ നോക്കി അവിടെ പരിശോധിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പോകുമ്പോൾ പരിശോധിക്കും. ഫ്ലൈറ്റ് മുഴുവൻ ആളുകളായിരുന്നു. 4 മണിക്കൂർ നീണ്ട ജേണി ആയിരുന്നു. അപ്പോൾ നോക്കാം. എല്ലാവരും എന്താണ്ട് ഇവിടെ ഇറങ്ങുന്നുണ്ട്. കുറേ പേര് ഈ കാണുന്ന ഭാഗമാണ് കേട്ടോ. അവസാനം ഞാൻ ഇസ്രായേലോട്ട് കാലുകുത്താൻ വേണ്ടി പോവാണ്. ഫൈനലി ഇസ്രായേൽ. യെസ്, ഫൈനലി നമ്മുടെ ബസ് പോയി. അടുത്ത ബസ്സിന് വെയിറ്റ് ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ വിമാനം. ഇവിടെ എല്ലായിടത്തും ഇവരുടെ വിമാനമാണ് കേട്ടോ. എലാൽ വിമാനമാണ് ഈ കാണുന്നത്. നമ്മൾ എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട്. എയർപോർട്ടിൽ ഇവിടെ എല്ലാവരും മരിച്ച ആളുകളുടെ ഇതൊക്കെയാണല്ലോ വെച്ചിരിക്കുന്നത്. ഇവിടെ ഹോസ്റ്റേജ് തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ പേരും അവരുടെ ചിത്രങ്ങളും ഫോട്ടോയൊക്കെയാണ് കേട്ടോ ഇവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത്. ഇതാണ്ട് ഫക്ക് ഹമാസ്. അയ്യോ, അവിടെ ബോംബെന്തോ പൊട്ടുവാണ്. നമ്മൾ സേഫായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. 10 മിനിറ്റത്തേക്ക് എയർപോർട്ട് ഫുള്ള് നിശ്ചലമായി. എന്തോ സൈറം വന്നു. എല്ലാവരെയും നമ്മളൊരു സേഫ് റൂമിൽ കൊണ്ടുപോയി. പിന്നെ തൊട്ടപ്പുറത്ത് ബോംബിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ തുടക്കത്തിലായതുകൊണ്ട് കുറച്ച് നടുങ്ങി. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. എല്ലാവരും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും നേരായിട്ടുണ്ട്. ഒന്ന് മോൻ കഴിവട്ടെ, തലവേദനിക്കുന്നു. ദുബായിലായിരുന്നപ്പോൾ അവരെൻ്റെ മുടി വരെ പരിശോധിച്ചു. മുടി എണ്ണി നോക്കി ഇങ്ങനെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ എന്തൊക്കെ സാമ്പിൾ എടുത്തു, ഡ്രസ്സിൻ്റെ സാമ്പിൾ എടുത്തു. ഇപ്പോൾ അതാണ്ട് എന്നെ ഇൻട്രോഗേഷന് വിളിച്ചു. ചോദ്യങ്ങളോടെ ചോദ്യങ്ങൾ. ഒരു ഓഫീസർ കഴിഞ്ഞു, എല്ലാം ചെക്ക് ചെയ്തു. അടുത്തൊരാൾ ചെക്ക് ചെയ്തു. കുറേ ചോദ്യങ്ങൾ. ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി, പശ്ചിമേഷ്യയിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി, അവിടെ എന്ത് ചെയ്തുമായിരുന്നു, അവിടെ നീ എൻ്റെ വീട്ടിലെ കാര്യം, മതപരമായിട്ടുള്ള കാര്യം, സാമൂഹ്യപരമായിട്ടുള്ള കാര്യം, ശാസ്ത്രപരമായിട്ടുള്ള കാര്യം, ഇനി എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം ചോദിച്ചു. ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ചൂടുവെള്ളം കുടിച്ച് ഇവിടെ ഇരിക്കാം. ഇത്രയും നേരം ഒരു 3/4 മണിക്കൂർ ചോദ്യമായിരുന്നു. അതിനു മുമ്പ് വേറൊരു അരമണിക്കൂർ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് വേറൊരു 1 മണിക്കൂർ ചോദ്യം ഉണ്ടായിരുന്നു. എൻ്റെ മൊബൈലിലുള്ള വാട്സപ്പ് ചാറ്റ് മുഴുവൻ പരിശോധിക്കും. ഫോൺ നമ്പറുകളെല്ലാം പരിശോധിക്കും. ചിത്രങ്ങളെല്ലാം പരിശോധിക്കും. എല്ലാം പരിശോധിക്കും. 4 മണിക്കൂറായിട്ട് നീണ്ട ഇൻട്രോഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണിക്കൂറായിട്ട് 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് നോക്കുന്നു, എൻ്റെ ചാറ്റ് പരിശോധിക്കുന്നു, ഇൻസ്റ്റാഗ്രാം പരിശോധിക്കുന്നു, എൻ്റെ മതപരമായിട്ടുള്ള, സാമൂഹ്യപരമായിട്ടുള്ള, ഫാമിലിപരമായിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും നോക്കുന്നു. തലവേദന എടുക്കുന്നു. ഇത്രയും ജീവിതത്തിലെ ഞാൻ ചെക്കിങ് കണ്ടിട്ടില്ല. ഹബീബി, വെൽക്കം ടു ഇസ്രായേൽ. ഞാൻ എൻ്റെ ബാഗ് കഴിഞ്ഞു കേട്ടോ. 4 മണിക്കൂർ കഴിഞ്ഞു. 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങാൻ പറ്റിയത്. എൻ്റെ ബാഗ് കാണാനില്ല. ബാഗ് ഞാനിതാ കിടക്കുന്ന കോലം നോക്കിക്കേ. എൻ്റെ ബാഗ് തൊലച്ചിട്ടേക്കുവാണ് കേട്ടോ. No problem, we're gonna take care of it. Okay, I got it, so come with me. Can you... ഈ ദേശം എൻ്റെ ബാഗ് തൊലച്ചു കേട്ടോ. What? എൻ്റെ ബാഗ് അവർ കോലാക്കി, കണ്ടില്ലേ? ഇതെല്ലാം ഊരി ലിക്വിഡ്. 4 മണിക്കൂറായിട്ടുള്ള ഇൻട്രോഗേഷൻ അത് ഓക്കെ എന്ന് വിചാരിക്കാം. ബാഗ് ഇവിടെ കിട്ടിയപ്പോൾ വയ്യ കേട്ടോ. ഇതെല്ലാ സാധനവും തൊലച്ചു. ബാഗിൻ്റെ വള്ളിയൊക്കെ കീറി. എനിക്ക് എന്ത് പറയണമെന്ന് പറഞ്ഞൂടാ. എല്ലാം തൊളിച്ചിട്ടേക്കുവാണ് കേട്ടോ. എൻ്റെ സാധനങ്ങളെല്ലാം ഉപ്പാര്, ടെൻറ്റ് എല്ലാം. ഞാൻ 3:30 വന്നാണ്. ഇപ്പം സമയം 9 മണിയായി രാത്രി.
താങ്ക്സ് ഉണ്ട് എല്ലാ സാധനവും വേണ്ടിയില്ലേ. ആ കുറച്ച് സാധനങ്ങളും എൻ്റെ ഷാമ്പു ഇതൊക്കെ പൊട്ടി. അങ്ങനെ ഞാൻ എക്സിറ്റ് റോഡോട്ട് അവസാനം വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഗേറ്റിൻ്റെ പുറഭാഗം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഓപ്പൺ ആയിട്ടുള്ള, ഇവിടെ നമുക്ക് ആൾക്കാരൊക്കെ വന്ന് അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാം. ഇവിടെ എല്ലായിടത്തും തന്നെ നമ്മുടെ ഇസ്രായേലിൻ്റെ ഫ്ലാഗും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ പേര് ഇവരൊക്കെ എന്തിനൊക്കെയോ വന്ന ആൾക്കാരാണെന്ന് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ വാങ്ങാനുള്ള ചെറിയ വെൻഡിങ് മെഷീൻസൊക്കെയാണ്. ചന്ദ്രനിലും പോയാൽ മലയാളികളുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാനിങ്ങനെ നടന്ന് ഭ്രാന്തെടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ എവിടെയോ കണ്ട പരിചയം, അല്ല പുള്ളിക്ക് എവിടെയോ കണ്ട പരിചയം അല്ലേ? അങ്ങനെ ഞാനൊരു മലയാളിയെ കണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൽ വന്നിട്ട് ആദ്യ മലയാളി കണ്ടതിൽ സന്തോഷം കേട്ടോ. ഇതാണ് ചേട്ടൻ. ചേട്ടന്റെ പേരെന്താ? നത്താനിയൽ. എവിടെയാ നാട്ടില്? കോട്ടയം. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ PhD ചെയ്യുക. എന്തിൽ? കെമിസ്ട്രിയില്. ഏത് യൂണിവേഴ്സിറ്റിയാ? അരിയൽ യൂണിവേഴ്സിറ്റി. എങ്ങനെയുണ്ട് ഇസ്രായേൽ? അടിപൊളിയല്ലേ? അടിപൊളി. ആക്ച്വലി എനിക്ക് ഞാൻ എത്ര മണിക്കൂർ വന്നാ? 5.5 മണിക്കൂറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ഓൾ ദ ഉദ്യോഗസ്ഥരെല്ലാം ഭയങ്കര പൊളൈറ്റ് ആയിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ മാത്രം മതി, എൻ്റെ അടുത്ത് ചോദിച്ച പ്രധാന കാരണങ്ങൾ അഫ്ഗാനിസ്ഥാന്, സുഡാന്, സൊമാലിയ, ഇതെല്ലാം പോയത് എന്തിന്, ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തോ, അറസ്റ്റ് ചെയ്തോ, അവിടെ അത് ഇത്. പിന്നെ ഞാൻ സത്യം അതുപോലെ തന്നെ പറഞ്ഞു. പിന്നെ ചില രീതിയിൽ വെസ്റ്റ് ബാങ്ക് ഒന്നും പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, സോറി. അപ്പോൾ അത് പറയാതിരുന്നാൽ മതി. ബാക്കിയെല്ലാം സത്യം അതുപോലെ പറയുമോ. അപ്പോൾ എല്ലാ ഓഫീസേഴ്സും നല്ലതായിരുന്നു, എന്നെ വെൽക്കമിങ് ചെയ്തു. പിന്നെ ഈ ബാഗൊക്കെ ഇങ്ങനെ ആയപ്പോൾ എൻ്റെ ക്ഷമ എനിക്ക് എന്തോ പോലെ ആയി. ഞാൻ വെറുത്തു പോയി കേട്ടോ സത്യത്തിൽ. ഇവിടെ ഇപ്പോൾ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ ഞാൻ ചേട്ടനെ കണ്ടപ്പോൾ ഒരു 200 ഷെക്കൽ വാങ്ങിച്ചു. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് പൈസ ഞാൻ നാട്ടിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഇവിടെ ഡോളർ സേവ് ചെയ്ത് വെക്കാം കേട്ടോ. ഡോളറാണ് ഞാൻ സാധാരണ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഡോളർ സേവ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഡോളർ എവിടെയെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ ഡോളർ കിട്ടാതാവും. അപ്പം താങ്ക് യു കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് പറയൂ? എല്ലാം സുഖം. കുറെ വർഷമായല്ലേ? മലയാളികൾ കുറെ പേരുണ്ടോ? മലയാളികൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം ഒരു 15-20ഓളം മലയാളികളുണ്ട്. അത്രയും പേരുണ്ട്? അതെ. PhD പോസ്റ്റ് ഡോക്കും ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഒരു ദിവസം വരും. എന്നെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണം. എന്തായാലും പോരും, വരുമ്പോൾ വിളിച്ചാൽ മതി. അപ്പൊ എനിക്ക് ഇസ്രായേലിൽ പോകാൻ അങ്ങനെ സ്ഥലമൊന്നുമില്ല, പക്ഷെ ഒരു സ്ഥലം ഇപ്പൊ ആയി. പിന്നെ എനിക്ക് പോകേണ്ടത് നമ്മുടെ കൊച്ചിനി ജ്യൂസ് അറിയോ? കൊച്ചിനി ജ്യൂസ് എനിക്ക് വലിയ പിടിയില്ല. 3 വർഷമായിട്ടുള്ള ചേട്ടൻ അറിഞ്ഞൂടാ കേട്ടോ. കൊച്ചിൻ ജ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചിയിൽ നിന്ന് പണ്ട് മൈഗ്രേറ്റ് ചെയ്ത ജ്യൂസ് ഇല്ലേ, അപ്പോൾ അവരുടെ സ്ഥലത്തൊക്കെ പോകണം. നെവാത്തിം എന്ന് പറയുന്ന സദേൺ ഭാഗത്തൊക്കെയാണ്. അപ്പോൾ അവിടെ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഏതെങ്കിലും മലയാളം സംസാരിക്കുന്ന ജൂതമത വിശ്വാസികൾ നമ്മുടെ പണ്ട് നാട്ടിൽ നിന്ന് വന്ന അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരാളെ ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി തപ്പിപ്പിടിച്ചു. നമ്മുടെ മലയാളിയാണ്. അപ്പോൾ അവർ എങ്ങനെ എന്നെ സ്വീകരിക്കുമെന്ന് അറിയില്ല. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു കോഫിക്കെങ്കിലും മീറ്റ് ചെയ്യണമെന്നുണ്ട്, അവരുടെ അടുത്ത് ഒന്ന് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇനി ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ചേട്ടൻ ഒരാൾ വെയിറ്റ് ചെയ്യുവാണല്ലേ സുഹൃത്തിനെ. ചേട്ടൻ ബൊക്കെയൊക്കെ വെച്ച് ബൊക്കെ മാറ്റി വെച്ചോ? ബൊക്കെയൊക്കെ വെച്ച് ഗേൾഫ്രണ്ട് ആണോ? ഓക്കെ, അത് കോൺഫിഡൻഷ്യൽ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ട്രെയിൻ കയറി പോവാണ്. എന്നിട്ട് ഞാൻ കൗച്ച് സർഫിങ്ങിലെ ഒരു ഹോസ്റ്റിനെ പോയി, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ചേട്ടനോടല്ലോ പോയി. എന്നെ ചേട്ടൻ വിളിച്ചാൽ ഇനിയിപ്പോൾ എനിക്ക് ഓൾറെഡി ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം. ഇവിടെ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൗണ്ടറിൽ നിന്ന് തന്നെ ഞാനിതാണ്ട് ഇവരുടെ ഒരു IP കാർഡ് എടുത്തു. ഇതിൽ നമുക്ക് 50 ഷെക്കലിന് റീചാർജ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവരുടെ ട്രെയിൻ ഭാഗത്തോട്ട് പോവാണ്. ഇവിടെ താണ്ടെ ട്രെയിൻ സ്റ്റേഷൻ ഇങ്ങോട്ടാണ്. ഇവിടെ അറബിയിലും ഉണ്ട്, നമ്മുടെ ഹിബ്രുവിലും ഉണ്ട്. ഇത് നമ്മുടെ ഹിബ്രു ലാംഗ്വേജ്. ഇവിടെ ഹറൂജ് അല്ലേ. ഞാനിനി ഉള്ളിലോട്ട് കയറുവാണ്. 7 മിനിറ്റിനുള്ളിൽ എൻ്റെ ട്രെയിൻ വരുമെന്നാണ് പറഞ്ഞത്. കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് നമ്പർ 2 പോകണം. കാർഡ് ഇവിടെ ഉണ്ട്, ഇവിടെ വർക്കാവുന്നവിടെ. ഇവിടെയാണ് കേട്ടോ വയ്ക്കേണ്ടത്. യെസ്, ഫൈനലി നമ്മുടെ ഇസ്രായേലിൻ്റെ കൊടിയാണ് കേട്ടോ ഈ കാണുന്നത്. 7 മിനിറ്റിൽ 2ാമത്തെ ഇതെന്നാണ് പറഞ്ഞത്. ഇവിടെ താണ്ടെ ബോർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും വലിയ ലിഫ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ താണ്ടെ കുറേ ഇവരുടെ ജൂയിഷ് ഇവരുടെ പട്ടാളക്കാരുടെയൊക്കെ ഇത് എന്തൊക്കെയാണ്. എല്ലായിടത്തും ഇവരുടെ മരിച്ചവരുടെ ചിത്രങ്ങളൊക്കെയാണ് കേട്ടോ. ട്രെയിൻ സ്റ്റേഷനിലെല്ലാം തന്നെ കിഡ്നാപ്പ് ചെയ്തു. 19 വയസ്സ് ഇസ്രായേലുകാരി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്. ബ്രിങ് ദം ഹോം നൗ. താണ്ടെ ഇവിടെ കിഡ്നാപ്പ് ചെയ്തു 20 വയസ്സുകാരി.
അവരുടെയൊക്കെ ചിത്രങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ചുമർ ചിത്രങ്ങൾ ധാരാളം അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ജർമ്മനിയിലുള്ള ട്രെയിൻ പോലെ കേട്ടോ, 2 ഡബിൾ ഡെക്കർ ആയിട്ടുള്ള ട്രെയിനാണ്. നമ്മുടെ ട്രെയിൻ അവിടെ പോയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഫുള്ള് മതില് ഇതുപോലെ തന്നെയാണ് കേട്ടോ, ചുമർ ചിത്രങ്ങള്. അതായത് മരണപ്പെട്ട അവരുടെ ആളുകളൊക്കെ കൊണ്ടുവന്ന് ഒട്ടിച്ചതാണ്. പല അവരുടെ സുഹൃത്തുക്കളുടെ ചിത്രങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു മതില് ഫുള്ള് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ ഇവരുടെ പട്ടാളക്കാരിൽ ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു ഭാഗം മുഴുവൻ ഫുള്ള് ഇതാ. എൻ്റെ പൊന്നു മോനെ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് കേട്ടോ ഫുള്ള് കാണാനായിട്ട് സാധിക്കുന്നത്. ഏത് ഭാഗത്ത് നോക്കിയാലും നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ്റെ പുറത്തുള്ള ഒരു ചെറിയൊരു നമുക്ക് ചാർജ് വെക്കാനും വെറുതെ ചായയൊക്കെ കുടിച്ചിരിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇത് നമ്മുടെ മെയിൻ റോഡ് ഭാഗമാണ്. ഇതെല്ലാം ഇവിടെയും ബ്രിങ് ദം ബാക്ക് ഹോം എന്ന് പറഞ്ഞ്, ബ്രിങ് ദം ഹോം നൗ എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു പോസ്റ്ററും സംഭവങ്ങളൊക്കെയാണ്. It's not where you want to Allenby. അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങുവാണ്. എൻ്റെ സൗണ്ട് എല്ലാം പോയിരിക്കുന്നു. ഹബീബി അഗൈൻ വെൽക്കം ടു ഇസ്രായേൽ, വെൽക്കം ടു തെല്ലവീവ് പറഞ്ഞുകൊണ്ട് തുടങ്ങുവാണ്. എല്ലായിടത്തും ആയുധമേറിയ പട്ടാളക്കാരെ എനിക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. ആളുകളൊക്കെ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ആളുകളൊന്നും അധികം ഹെൽപ്ഫുൾ അല്ല എന്ന് വിചാരിച്ചു. കാരണം അത് പല ആളുകളുടെ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ എല്ലാവരും സൈക്കിളൊക്കെ വെച്ചിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. സൈക്കിളെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോയിരിക്കുകയാണ് ഇപ്പം ട്രെയിനൊക്കെ എടുക്കാൻ വേണ്ടി. ഇത് നമ്മുടെ ട്രാഫിക് സിഗ്നൽ. ഞാനിനി അടുത്ത മെട്രോയിലോട്ട് പോകാനുള്ള ഇതാണ്. ഇവിടെ ഹോംലെസ് ആളുകൾ ഇവിടെയും ഉണ്ടല്ലോ. ഇവിടെയൊക്കെ എല്ലാവരും ഇതെല്ലാം ഹോംലെസിന്റെ സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കുറേ വൃത്തികേടായിട്ട് കിടക്കുക. താങ്ക് യു സോ മച്ച് മാൻ. താങ്ക്സ് അലോട്ട്. ബൈ. കേട്ടോ അവന്മാര് ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് നടക്കുവാണെന്ന്. അവന്മാര് എനിക്ക് വേണ്ടി എന്നെ വഴി കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ വന്നത്. കണ്ടില്ലേ, അത് യങ്സ്റ്റേഴ്സ് ആണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നി ഇവിടെ ഉള്ള ആളുകൾ. ഫസ്റ്റ് എൻ്റെ ഒരു ഇംപ്രഷനാണ് കേട്ടോ. എനിക്കറിയില്ല എത്രത്തോളം ആണത്, ഇവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ. ഞാനപ്പോൾ എന്തായാലും സബ്വേ എടുത്തോട്ടെ, ഞാൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ അങ്ങോട്ട് പോട്ടെ. നമ്മുടെ സ്റ്റേഷന് പുറത്തോട്ട് ഇറങ്ങുവാണ്. എനിക്കിവിടെ വന്നിട്ട് ഒരു യൂറോപ്പിനെ പോലെയാണ് കേട്ടോ തോന്നുന്നത്. അതായത് യൂറോപ്പിലെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിടത്തോളം, അതായത് നമ്മുടെ UAE ഒക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചൈനയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, എനിക്ക് അധികം ആ ഒരു ട്രെയിൻ സ്റ്റേഷനുകളൊന്നും എനിക്ക് അധികം ഇഷ്ടമല്ല യൂറോപ്പിലെ. അപ്പോൾ അങ്ങനെ ഫുള്ള് ഭയങ്കര അടിപൊളി നീറ്റും ഇതൊന്നും അല്ല. സ്ട്രീറ്റിലൊക്കെ കച്ചട ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു യൂറോപ്പ് പോലെയാണ് എനിക്ക് ഇസ്രായേൽ തോന്നിയത്. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു യൂറോപ്പ്. അതായത് ഇതുപോലുള്ള ഹോംലെസ് ആയിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ എല്ലായിടത്തും ചില സ്ഥലത്തൊക്കെ വേസ്റ്റ് കാര്യങ്ങൾ ഒക്കെ ഇട്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, അധികം വൃത്തിയും സംഭവമൊന്നുമില്ല. അപ്പോൾ ഞാനിന്നെ നടന്നു പോവുകയാണ്. ഞാൻ വന്ന ഭാഗം മുഴുവൻ ഫുൾ ഇതുപോലെ സൈക്കിളുകാർക്ക് പോകാനായിട്ടുള്ള നടുക്ക് ട്രാക്കുകൾ, പിന്നെ 2 സ്ഥലത്തായിട്ട് ബസ്സുകൾ, പിന്നെ തൊട്ട് ഓപ്പോസിറ്റൊക്കെ ആയിട്ട് ഇതുപോലുള്ള ബാറുകളും ക്ലബ്ബുകളൊക്കെയാണ് കേട്ടോ, ഭക്ഷണശാലകളൊക്കെയാണ്. ഇവിടെ ലിഫ്റ്റൊക്കെ, ഇതെന്താ ലിഫ്റ്റൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതെന്ത് ലിഫ്റ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുകളിലോട്ട് പോകുന്നുണ്ട്. ഞാനപ്പോൾ രാത്രി വന്ന് കിടന്നു. രാവിലെ എണീറ്റു. ഹോസ്റ്റിൻ്റെ വീട്ടിൽ അതൊന്നും കാണിച്ചില്ല. തെല്ലവീവ് നഗരത്തിൽ മുകളിലായിട്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഇവിടെ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇന്നലെ രാത്രി വല്ലപ്പം തന്നെ പറഞ്ഞായിരുന്നു, അലാറം വരും, പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടെ സൈറൻ കേൾക്കും, അപ്പോൾ നിങ്ങളിവിടെ വന്ന് നിൽക്കരുത്, എന്നാൽ ചിലപ്പം ഗ്ലാസ് ഇതാവും, അപ്പം റൂമിൽ പോയി നിന്നാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ബാക്കി നാളത്തെ കാഴ്ചകളിലായിരിക്കും കാണുന്നത്. ഇന്ന് നിങ്ങൾ അങ്ങനെ കാണണ്ട. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ടോ. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വലിയ ചെക്കിങ്
അയ്യോ, പരിശോധന ആക്കിയിട്ടില്ല കേട്ടോ. അവർ എൻ്റെ കാര്യങ്ങളെല്ലാം, ഞാൻ കുറേ കാര്യങ്ങൾ വരെ എടുത്തു. എൻ്റെ ഫോണിൽ നിന്ന് കുറേ നമ്പറുകൾ എടുത്തു, കുറേ കാര്യങ്ങൾ എടുത്തു കേട്ടോ. അതൊക്കെ ഇനി അവർ പരിശോധിക്കും. അയ്യോ, എൻ്റെ ഇറാനിയൻ സുഹൃത്തുക്കളുടെ നമ്പർ, അങ്ങനെ കുറേ പേര് എടുത്തിട്ടുണ്ട്. എന്തായാലും നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ കണ്ടാൽ അടുത്ത ദിവസം എല്ലാവർക്കും ബൈ.